ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ദേശീയ തലത്തിൽ വരെ ഉയർന്നു വരുന്ന യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന നിലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെതായ ഒരു കാർഡാണ് ഈ വ്യാജ പ്രചരണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രൊഫൈലുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വ്യാജ പ്രചരണത്തിൻ്റെ ഒരു സാമ്പിളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെതായ ഒരു കാർഡുണ്ട്. ആ കാർഡിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരു മതത്തെ മാത്രം ഉയർത്തിക്കാട്ടുന്നതോ ശരിയല്ല. അതിൻ്റെ അടിയിൽ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം സഹിതം ഏതൊരു വ്യക്തി കണ്ടാലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കാർഡാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഈ വ്യാജ പ്രചരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കൽ കൂടി ആ കാർഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലെ ഡേറ്റ് 22/1/2024 എന്ന് തിരിച്ചറിയാനാവും. അതായത് ഒരു വർഷം മുമ്പുള്ള ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വ്യാജ പ്രചരണം നടക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇതേ സമയം മുഖ്യമന്ത്രി 22/1/2024 പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച്, രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശമാണ് ആദ്യം വായിച്ചത്. അതായത് ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരു മതത്തെ ഉയർത്തിക്കാട്ടുന്നതോ ശരിയല്ല എന്നത് മുഖ്യമന്ത്രി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് നടത്തിയ ഒരു കമൻ്റാണ്. അതിനെക്കുറിച്ചുള്ള ഇന്ത്യ ടുഡേ വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഇന്ത്യ ടുഡേ വാർത്തയിലും ഈ ഏഷ്യാനെറ്റിൻ്റെ കാർഡിൽ പറയുന്ന ആ 2 വരിയുണ്ട്. പക്ഷെ അവിടെ എവിടെയും യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതിനർത്ഥം ഈ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കില്ല എന്ന ഭാഗം രണ്ടാമത് എഡിറ്റ് ചെയ്ത് അതിൽ കയറ്റിയതാണ് എന്ന് വ്യക്തമാണ്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി, ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി ഒരു നിയമസഭ യൂണിഫോം സിവിൽ കോഡ് നീക്കത്തിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുന്നത്. അന്ന് ആ പ്രമേയത്തിൽ മുഖ്യമന്ത്രി തന്നെ 2023 ഓഗസ്റ്റ് 8 വ്യക്തമാക്കിയ കാര്യം, ഈ ധൃതി പിടിച്ചുള്ള യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള BJP സർക്കാരിൻ്റെ നീക്കം അത് ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്നന്ന് നിയമസഭയിൽ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെതിരെയാണ് ഇതേ കോൺഗ്രസ് പ്രൊഫൈലുകൾ ഇപ്പോൾ ഈ വ്യാജ കാർഡ് ഉപയോഗിച്ച് ഒരു വിദ്വേഷ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തികഞ്ഞും കുറ്റബോധത്തിൽ നിന്നാണ് കോൺഗ്രസ്സുകാർ ഇത്തരം ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംസ്ഥാനം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയിരുന്നു. അറ്റ്ലീസ്റ്റ് യൂണിഫോം സിവിൽ കോഡ് എന്ന പേരിൽ ഒരു സിവിൽ കോഡ് നടപ്പാക്കിയിരുന്നു. അത് ഉത്തരാഖണ്ഡ് എന്ന BJP ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നു. ഉത്തരാഖണ്ഡിലെ നിയമസഭയിൽ 70 അംഗങ്ങളാണുള്ളത്. BJPക്ക് 2022 നിയമസഭയിലെ കണക്കുകൾ പ്രകാരം 47 അംഗങ്ങളും കോൺഗ്രസിന് 19 അംഗങ്ങളുമാണുള്ളത്. ആ നിയമസഭയിലെ കോൺഗ്രസിൻ്റെ 19 അംഗങ്ങളുടെയും സ്വതന്ത്രരുടെയും ഉൾപ്പെടെ പിന്തുണയോടെ 70 അംഗങ്ങളുടെയും പിന്തുണയോടെ ആയിരുന്നു ഈ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട അവരുടെ നിയമം പാസ്സാക്കപ്പെടുന്നത്. അന്ന് അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരാണ് ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് MLA മാർ. ആ കുറ്റബോധം മറച്ചുപിടിക്കാനും ആ വസ്തുത മറച്ചുപിടിക്കാനും കൂടിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം ഒരു വില കുറഞ്ഞ വ്യാജ പ്രചരണം ഇവർ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ വ്യാജ പ്രചരണം ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്ക് ടീം അടക്കം നിരവധി ഫാക്ട് ചെക്ക് ടീമുകൾ അന്വേഷിച്ച് തെറ്റാണെന്ന് ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു.